സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ കാണുന്ന ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഈ സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകളിൽ ഒരു രാജ്യത്തിലെ സഞ്ചാരത്തിൻ്റെ കഥകൾ പറയുമ്പോൾ അത് പല എപ്പിസോഡുകളിലായിട്ട് തുടർച്ചയായിട്ട് പറയാത്തത് എന്താ, അത് വളരെ ബ്രീഫായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന്. വളരെ വിശദമായി 10, 20, 25 എപ്പിസോഡുകളിൽ നമ്മൾ സഞ്ചാരത്തിലൂടെ കാണിച്ചതാണ് ഈ രാജ്യങ്ങളൊക്കെ. അവിടെ ചിത്രീകരണ യാത്രയ്ക്കിടയിലുണ്ടായ ചിത്രീകരിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതോ കൂടുതലായി വിവരിക്കേണ്ടതോ ആയ കാര്യങ്ങളാണ് നമ്മൾ സഞ്ചാരിയുടെ ഡയറി കുറിപ്പിൽ പറയുക. എൻ്റെ യാത്രയിലെ അവിസ്മരണീയമായ അനുഭവങ്ങൾ മാത്രം. അപ്പോൾ അത് സഞ്ചാരം പോലെ വളരെ വിശദമായി ഓരോരോ എപ്പിസോഡുകളായിട്ട് പറയേണ്ടതില്ല. ഒരു രാജ്യത്തെ യാത്രയിലെ ഏറ്റവും അവിസ്മരണീയമായ സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ സഞ്ചാരിയുടെ ഡയറി കുറിപ്പിൽ പറയുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മുടെ സോഷ്യൽ മീഡിയ ഡിവിഷനും ചാനലിലെ പ്രേക്ഷകരുടെ ഫീഡ്ബാക്ക്സ് എടുക്കുന്ന അത് പരിശോധിക്കുന്ന ആളുകളും ഒക്കെ നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ എപ്പിസോഡിൽ ഉള്ളത്ര സ്വീകാര്യത അതിൻ്റെ അടുത്ത എപ്പിസോഡുകൾ വരുമ്പോൾ ഉണ്ടാവാറില്ല. കാരണം ഒരു പുതിയ രാജ്യത്തിൻ്റെ കഥ കേൾക്കാനാണ് ആളുകൾക്ക് താല്പര്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന താൻസാനിയയുടെ തന്നെ ആദ്യത്തെ എപ്പിസോഡിൽ ആളുകൾ കാണിക്കുന്നൊരു താല്പര്യം പലപ്പോഴും രണ്ടാമത്തെ എപ്പിസോഡിൽ ഉണ്ടാവാറില്ല. ഇപ്പോൾ അലാസ്കൻ യാത്രകളെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളതും ത്രില്ലിംഗ് ആയിട്ടുള്ളതും സ്റ്റോറി ആ ഗ്ലേഷ്യറിന് മുകളിലൂടെ പട്ടി വലിക്കുന്ന വണ്ടിയിൽ നമ്മൾ പോയ യാത്രയാണ്. പക്ഷേ അലാസ്കയുടെ ആ സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകളുടെ എപ്പിസോഡുകൾ നോക്കിയാൽ അതിൽ ഏറ്റവും കുറച്ച് ആളുകൾ കണ്ട എപ്പിസോഡും അതാണ്. കാരണം അത് മൂന്നാമതായിട്ട് പറഞ്ഞ എപ്പിസോഡാണ്. പക്ഷേ അവിടേക്ക് ചെന്നിറങ്ങിയ അലാസ്കയിലേക്ക് ചെന്നിറങ്ങിയ ആദ്യ എപ്പിസോഡിനാണ് ഏറ്റവും അധികം വ്യൂവേഴ്സ് ഉണ്ടാകുക. അപ്പോൾ ഒരു രാജ്യത്തേക്ക് ചെന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ എപ്പിസോഡുകൾ കിട്ടുന്ന സ്വീകാര്യത 3, 4, 5, 6 എപ്പിസോഡുകൾ ആ രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ നാട്ടിലെ സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. ആ കഥ കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്ത കഥകൾ ഏറ്റവും നേരത്തെ അവസാനിപ്പിച്ച് താല്പര്യമുള്ള പുതിയ കഥകൾ പറയാനാണ് എപ്പോഴും ഒരു കഥ പറയുന്ന ഒരാൾ ശ്രമിക്കുക. ഒരു പ്രസംഗം നടത്തുമ്പോഴും പ്രേക്ഷകരുടെ പ്രതികരണം നോക്കിയാണ് പ്രസംഗം ദൈർഘിപ്പിക്കണോ അതോ അവസാനിപ്പിക്കണോ എന്ന് ഒരാൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ കഥയിലേക്ക് കടക്കണോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മളെപ്പോഴും പ്രേക്ഷകരുടെ ഒരു താല്പര്യം കൂടി പരിഗണിക്കുന്നത് കൊണ്ടാണ് ഒരു രാജ്യം ചിലപ്പോൾ അവസാനിപ്പിച്ച് അടുത്ത രാജ്യത്തേക്ക് കടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് താൻസാനിയയിലെ കഥകൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നത് വ്യൂവർഷിപ്പിലൂടെയാണ്. എത്ര വ്യൂവർഷിപ്പ് ഉണ്ടാകുന്നു എന്നതിലൂടെയാണ്. അത് സഫാരി ചാനലിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില എപ്പിസോഡുകൾ കൂടുതൽ ആളുകൾ കാണണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. അപ്പോൾ പ്രേക്ഷക പ്രതികരണം കൂടി നമ്മൾ ഇത്തരം കഥകൾ പറയുമ്പോൾ പരിഗണിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് താൻസാനിയയിലെ അരൂഷയിൽ നിന്ന് നമ്മൾ ലേക്ക് മന്യാറ എന്ന് പറയുന്ന വമ്പൻ ഒരു വന്യമൃഗ സങ്കേതത്തിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ്. അതിനിടയ്ക്ക് ചില ഗോത്രഗ്രാമങ്ങളിൽ ഇറങ്ങി ആ ഗോത്രഗ്രാമങ്ങൾ മസായികളുടെ ആ ഗോത്രഗ്രാമം പിന്നിട്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ന്തോവാംബു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. ഈ ന്തോവാംബു ഒരു ചെറിയ പട്ടണമാണ്. ന്തോവാംബു എന്ന വാക്കിൻ്റെ അർത്ഥം രസകരമാണ്. മൊസ്കിറ്റോ റിവർ എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം. അതായത് കൊതുക് നിറഞ്ഞ ഒരു നദി. ഈ വലിയൊരു വനപ്രദേശത്തിൻ്റെ നടുക്കുള്ളൊരു ചെറിയ പട്ടണമാണ് ഈ ന്തോവാംബു. അവിടെ ഒരു നദിയുണ്ട്. ആ നദിയിൽ മുഴുവൻ കൊതുകുകളാണ്. നൂറ്റാണ്ടുകളായിട്ട് കൊതുകിൻ്റെ ഒരു വലിയ പ്രദേശമാണ് ഈ ന്തോവാംബു. അതുകൊണ്ടാണ് കൊതുക് നദി എന്ന ആ പ്രദേശത്തിന് തന്നെ പേര് വന്നത്. ഈ മലമ്പനിയും അത്തരത്തിൽ കൊതുക് പരത്തുന്ന രോഗങ്ങളും ഒക്കെ ധാരാളമുള്ള ഒരു ആഫ്രിക്കൻ വനപ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളതെന്നുകൂടി ഓർക്കണം. അതുകൊണ്ടാണ് നമ്മൾ യെല്ലോ ഫീവറിനെതിരെയുള്ള വാക്സിനൊക്കെ എടുത്തിട്ട് ഈ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. കൊതുക് കടി ഏറ്റാൽ യെല്ലോ ഫീവറോ മലേറിയയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ആഫ്രിക്കയുടെ ഈ വന പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ. ഈ ന്തോവാംബുവിലെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവിടെ കർഷകരുടെ ഒരു പട്ടണമാണ്. പട്ടണമല്ല, ഒരു ഗ്രാമം തന്നെ പറയാം, വലിയൊരു ഗ്രാമം. ധാരാളം വാഴക്കൃഷി, അതുപോലെ തന്നെ നെൽകൃഷി, കരിമ്പ് കൃഷി, ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി, മധുരക്കിഴങ്ങിൻ്റെ കൃഷി ഒക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ന്തോവാംബു. വനത്തിന് നടുക്കാണെങ്കിൽ കൂടി അങ്ങനെയാണ്. കൂടാതെ കൃഷി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആളുകൾ ഏറ്റവും അധികം ഇൻവോൾവ് ആയിരിക്കുന്നത് ടൂറിസത്തിലാണ്. ലേക്ക് മന്യാറയും മന്യാറ തടാകത്തിൻ്റെ ചുറ്റുമുള്ള ഒരു വന്യമൃഗ സങ്കേതത്തിൻ്റെയും പരിസരം എന്ന നിലയിൽ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുകയും ടൂർ ഓപ്പറേറ്റർമാരുടെ കേന്ദ്രമായി മാറുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ന്തോവാംബു. ന്തോവാംബു പിന്നിട്ട് കുറേ ദൂരം കൂടി നമ്മൾ ഓടി എത്തുന്നത് ലേക്ക് മന്യാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഗേറ്റിലേക്കാണ്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, കുറേ നല്ല മനോഹരമായ കെട്ടിടങ്ങളുണ്ട്, അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ടിക്കറ്റിംഗ് സ്റ്റേഷനുണ്ട്, ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു കൗണ്ടറും അതിൻ്റെ ഓഫീസും എല്ലാം ഉണ്ട്. കൂടാതെ നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റികളുണ്ട്. ഈ പാർക്കിംഗ് ഏരിയയിൽ വന്ന് കിടക്കുന്നത് മുഴുവൻ സഫാരി വാഹനങ്ങളാണ്. അതിനകത്ത് മുഴുവൻ
വിദേശികൾ, പാശ്ചാത്യരായ ടൂറിസ്റ്റുകളും ജപ്പാൻകാരുമാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ജപ്പാൻകാരും അമേരിക്കക്കാരും യൂറോപ്യൻസുമാണ് ഈ ആഫ്രിക്കയിലേക്ക് ഏറ്റവും അധികം എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾ. ഇപ്പോൾ ഇന്ത്യക്കാരും ധാരാളമായി എത്തുന്നുണ്ട്. എൻ്റെ ഡ്രൈവറും ഗൈഡും എല്ലാം റെമി തന്നെയാണ്. എന്നോട് പറഞ്ഞു ഒരു $65 എടുത്തേ. ഞാൻ അപ്പം തന്നെ ഒരു $65 എടുത്ത് കൊടുത്തു. $65 ഇതിനകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് നിരക്ക്. ഈ വന്യമൃഗ സങ്കേതത്തിൽ കയറണമെങ്കിൽ $65 കിട്ടണം. ഏതാണ്ട് 5000 രൂപയ്ക്ക് തുല്യമാണ്. റെമി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. ഞാനും റെമിയും കൂടെ പോയി കാപ്പി കുടിച്ച് ടോയ്ലറ്റൊക്കെ ഒന്ന് പോയി. കാരണം ഈ വനത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താ അറിയോ? ഈ വനത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ സഫാരി വാഹനത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. അതാണ് നിയമം. വാഹനത്തിനകത്ത് മാത്രമേ നമുക്ക് ഈ വനത്തിനുള്ളിലൂടെ പോകാൻ അനുവാദമുള്ളൂ. എന്നാൽ അവിടെ പ്രത്യേകിച്ച് കാവൽക്കാരോ പോലീസോ ഒന്നുമില്ല, വാച്ചർമാരോ ഒന്നും നമ്മൾ സാധാരണ ഇതിൽ കാണില്ല. നമ്മളെ ഈ നിയന്ത്രിക്കുന്നത് ഈ വണ്ടിയുടെ ഡ്രൈവറാണ്. അതായത് നമ്മളെ കൊണ്ടുപോകുന്ന ഈ സഫാരി വാഹനത്തിൻ്റെ ഡ്രൈവർക്കാണ് നമ്മളുടെ സർവ്വ ഉത്തരവാദിത്വം, നമ്മുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം, നമ്മൾ ആ വനത്തിനുള്ളിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നുള്ള ഉത്തരവാദിത്വം എല്ലാം അയാൾക്കാണ്. അതായത് ഇവർ വളരെ പരിശീലനം സിദ്ധിച്ചവരാണ്. ഈ 10, 100, 200 വാഹനങ്ങൾ ഓരോ ദിവസവും ഈ വനത്തിനുള്ളിലേക്ക് പോകുന്നുണ്ട് ടൂറിസ്റ്റുകളുമായിട്ട്. ഇങ്ങനെ പോകുന്ന ഓരോ ഡ്രൈവറെയും കൃത്യമായ പരിശീലനം കൊടുത്തിരിക്കുകയാണ്. വളരെ പ്രൊഫഷണലായ സിസ്റ്റമാണ്. ഈ പാർക്കിങ്ങിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് റെമി പറഞ്ഞു, എനിക്കൊരു ജോലിയുണ്ട്, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ റെമിയുടെ പുറകെ വണ്ടിയുടെ അടുത്തേക്ക് ഇരുന്നു. റെമി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് കയറിയിട്ട് വണ്ടിയുടെ മേൽക്കൂര പൊക്കി വെക്കുകയാണ്. ഈ മേൽക്കൂര ഉയർത്തി വെക്കണം. ഉയർത്തി വെച്ചാലൊരു ഗുണം, നമുക്കതിനകത്ത് ഏറ്റു നിൽക്കാം. എഴുന്നേറ്റ് നിന്നിട്ട് ഈ ഉയർത്തി വെച്ച മേൽക്കൂരയ്ക്കടിയിൽ നമുക്ക് നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ മേൽക്കൂര ഇങ്ങനെ ഉയർന്നു നിൽക്കും. മുമ്പിലേക്ക് നമുക്ക് ചുറ്റും നല്ല വ്യൂ കിട്ടും. അതായത് ഒരു 8 10 പേർക്ക് ഈ ഉയർത്തി വെച്ച മേൽക്കൂരയ്ക്ക് അകത്ത് എഴുന്നേറ്റ് നിന്ന് പുറത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാൻ മാത്രമേ എൻ്റെ വണ്ടിക്കകത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ആ പിന്നിലെ ഒരു സീറ്റിൻ്റെ 2 സീറ്റുകൾക്കിടയ്ക്ക് പോയി നിൽപ്പായി എഴുന്നേറ്റ് നിൽക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ ഒരു ഗേറ്റ് കടന്നു. ആ ഗേറ്റിങ്ങിൽ ഒരു കാവൽക്കാരനുണ്ട്, ഗാർഡുണ്ട്. അയാൾ ടിക്കറ്റ് വാങ്ങിച്ച് പരിശോധിച്ചു. അതിൻ്റെ ഒരു കഷ്ണം അവരെടുത്തു, ബാക്കി നമുക്ക് തിരിച്ചു തന്നു. നമ്മളിനി വനത്തിനകത്തേക്ക് കയറുകയാണ്. മൺപാതയാണ്. അതായത് ഇത്തരം നാഷണൽ പാർക്കുകളിൽ, ഇത്തരം സഫാരി പാർക്കുകളിൽ പാർക്കെന്ന് പേരിട്ടെന്നേ ഉള്ളൂ, അതെല്ലാം നാച്ചുറലായ വനമാണ്. അതിനകത്തൂടെ മൺപാതകൾ, വണ്ടി ഉണ്ടായ മൺപാതകൾ മാത്രമേ ഉള്ളൂ, ടാറിട്ട റോഡുകളില്ല. കാരണം മൃഗങ്ങൾക്ക് അവരുടേതായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുക. കുറേ ഭാഗങ്ങൾ നമുക്ക് നിബിഡ വനങ്ങൾ പോലെ തോന്നും. എന്നാൽ കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറ്റിക്കാടുകൾ മാത്രമാകും, ചിലയിടത്ത് മൈതാനങ്ങൾ മാത്രമാകും. ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. റെമി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഭാഗത്ത് മൃഗങ്ങളെ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം വലിയ മരങ്ങൾ നിൽക്കുന്ന മരക്കൂട്ടത്തിനിടയ്ക്കൊക്കെ മൃഗങ്ങളുണ്ട്, പക്ഷേ കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ആ തടാകത്തിനടുത്തേക്ക് എത്തുമ്പോൾ അവിടെ മൈതാനക്കാടുകളാവും, പുൽമേടുകളാവും. അവിടെ ധാരാളം മൃഗങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാനിങ്ങനെ 2 വശത്തേക്ക് നിരീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്. റെമിയുടെ തൊട്ട് മുമ്പിൽ ഒരു വയർലെസ് സെറ്റുണ്ട്. ഈ പാർക്കിലേക്ക്, ഈ വന്യമൃഗ സങ്കേതത്തിലേക്ക് കയറുമ്പോൾ മുതൽ ഈ വയർലെസ് സെറ്റ് പ്രവർത്തിച്ചു തുടങ്ങും. ഈ വയർലെസ് സെറ്റിലൂടെ റെമിക്ക് നിർദ്ദേശങ്ങൾ കിട്ടുന്നത് ഒരു സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ്. ഒപ്പം മറ്റ് ഡ്രൈവർമാരെല്ലാം സംസാരിക്കുന്നത് കേൾക്കാം ഈ വയർലെസ്സിലൂടെ. അതായത് എവിടെയൊക്കെയാണ് ആനക്കൂട്ടങ്ങളുള്ളത്, എവിടെയൊക്കെയാണ് സീബ്രകളുടെ കൂട്ടമുള്ളത്, എവിടെയാണ് ലയൺ സിംഹത്തിൻ്റെ കൂട്ടമുള്ളത്, എവിടെയാണ് മറ്റ് മൃഗങ്ങളുള്ളത്, ഹിപ്പോപ്പൊട്ടാമസുകൾ എവിടെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഏത് വഴിക്കാണ് ഇപ്പോൾ പോകേണ്ടത്, പോകാൻ പാടില്ലാത്തത്, ഇതെല്ലാം ഇങ്ങനെ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് ഏത് വൈൽഡ് ലൈഫ് സഫാരിക്ക് പോകുമ്പോഴും ഇങ്ങനെ വയർലെസ്സിലൂടെ കമ്മ്യൂണിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഈ ലേക്ക് മന്യാറയും അതിൻ്റെ സമീപത്തെ തീരത്തെ വനങ്ങളെന്ന് പറയുന്നത് വലിയ അതിവിസ്തൃതമായ പ്രദേശമല്ല. നമുക്കൊരു ദിവസം കൊണ്ട് യാത്ര ചെയ്ത് തീരാവുന്നതേ ഉള്ളൂ. എന്നാൽ താൻസാനിയയിലെയും കെനിയയിലെയും ഒക്കെ ഉഗാണ്ടയിലെയും ഒക്കെ പല ഇത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറികളും 10,000 സ്ക്വയർ കിലോമീറ്റർ വരുന്നതാണ്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റോഡുകളില്ല, പലപ്പോഴും കൂട്ടം തെറ്റിപ്പോകാം, അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകാം. അവിടെയൊക്കെ സഹായമാകുന്നത് ഈ വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. ചിലപ്പോൾ കാലാവസ്ഥ വളരെ മോശമാകാം, വലിയ മഴയൊക്കെ ഉണ്ടാവാം. അപ്പോഴൊക്കെ മഴയിൽ ഈ വണ്ടി പൂണ്ടുപോകാം, അതായത് ചെളിയിൽ പുതഞ്ഞു പോകും. കാരണം റോഡില്ല, ചെളിക്കുളങ്ങളിൽ ചെന്ന് വീഴും. അപ്പോൾ മറ്റു വാഹനങ്ങളെ സഹായത്തിന് വിളിക്കുന്നതൊക്കെ ഈ വയർലെസ്സിലൂടെയാണ്. അതുകൊണ്ട് എല്ലാ വണ്ടിയിലും വയർലെസ് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വയർലെസ് സംവിധാനത്തിലൂടെ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഈ വണ്ടിയുടെ പുറകിൽ നിന്ന് തന്നെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മുമ്പിൽ കുറച്ച് വാഹനങ്ങൾ വഴി കിടക്കുന്നു. വഴിയെന്ന് പറഞ്ഞാൽ ഈ മൺപാതയിൽ കിടക്കുകയാണ്. എന്താ സംഭവം എന്ന് പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഒരാൾ മുമ്പിൽ വഴിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ മറ്റു ഡ്രൈവറും അതിൻ്റെ പുറകിൽ പോയി കിടക്കുക, അല്ലാതെ ഓവർടേക്ക് ചെയ്ത് ധൃതി പിടിച്ചങ്ങ് പോകുമല്ല. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വനത്തിനകത്തൂടെ 20 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ എന്ന് കർശനമായ നിയമമുണ്ട്. കാരണം മൃഗങ്ങളൊക്കെ ഈ വഴി ക്രോസ് ചെയ്യുന്നുണ്ടാവാം. ഇത് മൃഗങ്ങളെയൊന്നും തൊടാൻ പാടില്ല. അതായത് ഇവിടെ പ്രയോറിറ്റി മനുഷ്യനല്ല, മൃഗങ്ങൾക്കാണ്. മൃഗങ്ങളുടെ സ്വൈര്യവിഹാര കേന്ദ്രമാണ്. നമ്മൾ അവിടേക്ക് അതിക്രമിച്ച് കയറിയ ആൾക്കാരാണ്. അപ്പോൾ നമ്മളാണ് മര്യാദ പാലിക്കേണ്ടത്. അങ്ങനെ ചെല്ലുമ്പം റെമി പറഞ്ഞു, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ കുറച്ച് നേരം കാത്തിരുന്നു. വയർലെസ്സിലൂടെ ആരോടോ അവിടുത്തെ ഭാഷയിൽ അവർ സംസാരിച്ചു.
അപ്പോൾ അവിടുന്ന് ഒരു ഉത്തരം കിട്ടി. അതായത് വഴി ബ്ലോക്ക് ചെയ്ത് ഒരു ഒറ്റയാൻ നിൽക്കുകയാണ്, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ വീണ്ടും ഏറ്റു നിന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഞങ്ങളിരിക്കുന്ന വണ്ടിയുടെ രണ്ട് വശത്തുമുള്ള വനമാണ്. വനം എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കാണ്, കുറച്ച് മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ചെറിയ അനക്കങ്ങൾ രണ്ട് വശത്തും. നോക്കുമ്പോൾ ഈ ഇതിനകത്തുനിന്നെല്ലാം ആനകൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. ആനക്കുഞ്ഞുങ്ങളും പിടികളും കൊമ്പനും ഒക്കെയുള്ള ഒരു 40-50 ആനകളുടെ സംഘം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയേറെ ആനകളുടെ ഒരു സംഘത്തിൻ്റെ നടുക്ക് വിട്ടുപോകുന്നത്. രണ്ടു വശത്തും ആനകൾ വഴി തടഞ്ഞ് മുമ്പിലൊരു അമ്പൻ കൊമ്പൻ നിൽക്കുന്നു. അപ്പോൾ റമി പറഞ്ഞു, അധിക ശബ്ദം ഉണ്ടാക്കരുത്, അവനെ പ്രകോപിപ്പിക്കരുത്, നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ, അധിക ശബ്ദവും അനക്കവും ഒന്നും പാടില്ല, അനങ്ങാതെ നിന്ന് ചിത്രീകരിച്ചോളുക. അങ്ങനെ ഞാനിങ്ങനെ നിന്ന് ഈ ആനകളുടെ വരവുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് വളരെ കുഞ്ഞാനകളുണ്ട്. അവരെ ഈ തള്ളയാനകൾ സംരക്ഷിച്ചാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ നടുക്ക് നിർത്തി ഇവർ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടുന്ന കളികൾ നടക്കുന്നു. റോഡിൽ രണ്ട് കൊമ്പന്മാർ കൊമ്പ് കോർക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. 1.5 മണിക്കൂർ നേരം നമ്മളെ വളഞ്ഞു വെച്ചു. എനിക്ക് നല്ലൊരു ഭയമുണ്ട്. കാരണം ഈ ആന വളരെ അടുത്താണ്, നമ്മുടെ ഒരു 10-15 അടി അകലത്തിലാണ് ആനകളുടെ വലിയൊരു സംഘം നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഒരു 3-4 വണ്ടികളുമുണ്ട്. അതിലേറ്റവും പിന്നിൽ കിടക്കുന്ന വാഹനമാണ് ഞങ്ങളുടേത്. തൊട്ടടുത്തെല്ലാം ആനകൾ വന്ന് നിൽക്കുകയാണ്. ഒരു അസുലഭമായ അനുഭവമായിരുന്നു. ഞാൻ പക്ഷേ അതെല്ലാം പകർത്തിയെടുത്തു. ആ ദൃശ്യങ്ങളെല്ലാം എനിക്ക് കിട്ടി. റമി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആനകൾ റോഡിൽ നിന്ന് മാറിയപ്പോഴത്തേക്കും മുമ്പിലെ വണ്ടികൾ മുമ്പോട്ടെടുത്തു. ഞങ്ങളും പയ്യെ മുന്നോട്ടെടുത്ത് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും വീണ്ടും 2 ആനകൾ റോഡിലേക്ക് ഇറങ്ങി വന്നു. അവന്മാർ അവിടെ വന്ന് ഗുസ്തി പിടുത്തം ആരംഭിച്ചു. ഇവരുടെ റോഡാണല്ലോ, ഇവരുടെ സ്ഥലമല്ലേ, നമുക്ക് മാറി നിൽക്കാനൊന്നും പറയാൻ പറ്റില്ല, കണ്ടു നിൽക്കുക അത്ര തന്നെ. ഞാൻ വീണ്ടും ചിത്രീകരിച്ചു. റമി പറയുന്നുണ്ട്, അനങ്ങരുത്, ശബ്ദമൊന്നും കേൾപ്പിക്കരുത്, അവനെ പ്രകോപിപ്പിക്കേണ്ട, അവർ അങ്ങ് അവരുടെ വഴിക്ക് പൊക്കോട്ടെ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ചിത്രീകരിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ പോകുമ്പോൾ വഴിയിലെല്ലാം ധാരാളം ബബൂൺസ് എന്ന് പറയുന്ന കുരങ്ങ് വിഭാഗമുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, കുരങ്ങുകൾ നമുക്ക് വലിയ പുതുമയുള്ള കാര്യമല്ലല്ലോ. അതുകൂടാതെ ഇമ്പാലകൾ എന്ന് പറയുന്ന മാൻവർഗത്തിൽപ്പെട്ട മാനുകൾ ഇടയ്ക്കിടയ്ക്കെല്ലാം വരും. അതിൻ്റെ ചെറിയ സംഘങ്ങളിങ്ങനെ കടന്നു പോകും. ചിലതിങ്ങനെ നമ്മളെ സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സംഘങ്ങളുണ്ട്. ഇങ്ങനെ കുറേ ദൂരം ഓടി നമ്മൾ ഒരു മൈതാനം പോലെ പുൽമേടുകൾ, തഴച്ചു വളരുന്ന പുൽമേടുകളുള്ള അങ്ങ് വിശാലമായൊരു പ്രദേശത്തേക്ക് എത്തുകയാണ്. അവിടെ പക്ഷികളുടെ ഒരു സങ്കേതമാണ്. കാരണം അതിൻ്റെ ഒരറ്റം ചതുപ്പ്, പിന്നെ അത് കഴിഞ്ഞ് ഈ മഞ്ഞാറ തടാകം തുടങ്ങുകയാണ്. ഈ തടാകത്തിൻ്റെ തീരത്ത് മുഴുവൻ ധാരാളം പക്ഷികളാണ്. അതിലെ പെലിക്കൺ വിഭാഗത്തിൽപ്പെട്ട ഒരുതരം പക്ഷിയുണ്ട്, വമ്പനൊരു പക്ഷിയാണ്. അതിൻ്റെ വലിയ സംഘങ്ങളാണ് തീരങ്ങളിൽ. അതായത് വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വനങ്ങളിലേക്കൊക്കെ ചെന്നാൽ ഒരു കടുവയെ, അല്ലെങ്കിൽ ഒരു സിംഹത്തെ, അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തിനെ, അല്ലെങ്കിൽ ഒരു ആനയൊക്കെ കാണണമെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ, ദിവസങ്ങൾ കാത്തു നിൽക്കേണ്ടി വരും. നമ്മൾ ക്ഷമയോടെ കാത്തു നിൽക്കണം. ചില ദിവസങ്ങളിൽ ഒന്നും കണ്ടെന്ന് വരില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആഫ്രിക്കയിലേക്ക് ചെന്നാൽ മൃഗങ്ങളുടെ കൂട്ടങ്ങളാണ്. 1000-കണക്കിന് 10000-കണക്കിന് മൃഗങ്ങളെ കണ്ടിട്ടേ ചില ദിവസങ്ങളിൽ നമ്മൾ മടങ്ങുകയുള്ളൂ. അത്ര സുഭിക്ഷമാണ് അവിടെ. വീണ്ടും നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ പെലിക്കണുകളുടെ വലിയ സംഘങ്ങൾ ഈ തീരങ്ങളിൽ കാണാം. അത് പറന്നുയരുന്നു, ചിലത് ഇറങ്ങി വരുന്നു, ചിലത് തീരത്ത് നിൽക്കുന്നു. ഗ്രേറ്റ് വൈറ്റ് പെലിക്കൺ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട പെലിക്കണുകളാണ്, പെലിക്കൺ പക്ഷികളാണ്. വമ്പൻ വലിപ്പമുള്ള പക്ഷികളാണ്. അതായത് ലോകത്തിലെ തന്നെ പെലിക്കണുകളിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള പക്ഷി വിഭാഗത്തിൽപ്പെട്ടാണ് ഈ ഗ്രേറ്റ് വൈറ്റ് പെലിക്കൺ. അവരെയും പിന്നിട്ട് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ റമി പറഞ്ഞു, ഇവിടെ വേറൊരു കൂട്ടരെ കാണേണ്ടതാണല്ലോ. അപ്പോൾ ഈ റമിയെപ്പോലുള്ള ഗൈഡുമാർക്ക് സർവ്വതും നിശ്ചയമാണ്. അവർ പറയും, ഇവിടെ ഈ വഴിക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഈ തടാകത്തിൻ്റെ തീരത്ത് വേറൊരു കക്ഷിയെ കാണണം. ചോദിച്ചാൽ ആരാ, നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുക. പല മൺവഴികളിലൂടെ പോകുന്നു. അങ്ങനെ പോകുമ്പം ചിലയിടത്ത് ഈ സഫാരി വണ്ടികൾ കൂട്ടം കൂടി കിടക്കുന്നത് കാണാം. അപ്പോൾ അതിനടുത്തേക്ക് ചെന്നാൽ നമുക്കറിയാം അവിടെ എന്തെങ്കിലും കാഴ്ചകൾ ഉള്ളതുകൊണ്ടാണ് ആൾ കൂടി നിൽക്കുന്നതെന്ന്. അപ്പോൾ റമി അങ്ങനെ അതിൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാം നോക്കി നിൽക്കുന്നു. ഇവർ സായിപ്പുമാർ വന്നിരിക്കുന്ന ബൈനോക്കുലറും എല്ലാ ആധുനിക സംവിധാനങ്ങളൊക്കെ ആയിട്ടാണ് അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരും വണ്ടിയുടെ മേൽക്കൂര ഉയർത്തി വെച്ച് ഏറ്റു നിന്നിട്ടാണ് കാണുന്നത്. സഫാരി വാഹനങ്ങളുടെ എല്ലാം ഒരു ശൈലി അതാണ്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. നമ്മുടെ കേരളത്തിലും ഈ മൃഗങ്ങളില്ലെങ്കിൽ ഇത് കൂടി വണ്ടിയെങ്കിലും കൊണ്ടുവന്ന് ഈ മലമ്പ്രദേശത്ത് കൂടെയും വനപ്രദേശത്ത് കൂടെയും ഓടിക്കുകയാണെങ്കിൽ അതൊരു കൗതുകമായ അനുഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരം വണ്ടികൾ അവരുടെ ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്. ടൊയോട്ടയുടെ പിക്കപ്പോ അതുപോലുള്ള വാഹനങ്ങളോ ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗം കഴിഞ്ഞ വണ്ടിയെ കൊണ്ടുവന്ന്, സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ കൊണ്ടുവന്ന് റീസ്ട്രക്ചർ ചെയ്ത് അല്ലെങ്കിൽ റീവർക്ക് ചെയ്തെടുക്കുന്നതാണ്. അതിന് ആ നാട് അനുവാദം കൊടുക്കുക. കാരണം ആ നാടിന് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നു, സമ്പത്തുണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിഷ്കാരം നല്ലതാണെന്ന് ആ നാട്ടിലെ ഗവൺമെൻറ്റുകൾ തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് അത്തരം പരിഷ്കാരങ്ങളെ ചിലപ്പം നമ്മുടെ ഗവൺമെൻറ് ചിലപ്പോൾ അംഗീകരിക്കുന്നുണ്ടാവില്ല. പക്ഷേ നാളെ വരുംകാലങ്ങളിൽ സഫാരി വെഹിക്കിളുകൾ പോലത്തെ ഫെസിലിറ്റികൾ കേരളത്തിലെ വനപ്രദേശങ്ങളിലെ ടൂറുകൾക്ക് ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറേ വണ്ടികൾ കൂടി നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ തടാക തീരത്ത് മുഴുവൻ
ഹിപ്പോപ്പൊട്ടാമസുകളാണ്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് ഹിപ്പോപ്പൊട്ടാമസുമാർ. അത് ചിലത് വാ പൊക്കി ഇങ്ങനെ ഇടയ്ക്ക് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരും, പിന്നെ വായടയ്ക്കും മുങ്ങിപ്പോവും. ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇവർ തന്നെ തീരങ്ങളിൽ. വേറൊരു ഭാഗത്ത് മറ്റ് പലതരം പക്ഷികൾ, ജലപക്ഷികളുടെ പ്രദേശങ്ങൾ, ചതുപ്പുകളാണ്. ആ ചതുപ്പിൻ്റെ അറ്റം വരെ നമ്മൾ പോവില്ല, കുറേ ദൂരം ആ തീരത്തു കൂടെ എല്ലാം ഓടി മൈതാനം പോലെ കിടക്കുന്ന പുൽമേടുകളിലൂടെ കുറേ ദൂരം നമുക്ക് ഓടാം. ഈ ഓടുമ്പോഴെല്ലാം പലയിടത്തും സിംഹങ്ങളെ കാണാം, ആനകളെ തീരങ്ങളിൽ കാണാം, മൃഗങ്ങളുടെ ധാരാളിത്തം. അതാണ് ഈ ലേക്ക് മന്യാരയിലെ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഈ വന്യമൃഗ സങ്കേതം. ഈ വനത്തിനുള്ളിൽ ഏറ്റവും അധികം ആളുകളെ ആകർഷിക്കുന്ന ജീവി എന്ന് പറഞ്ഞാൽ ആനയാണ്. പിന്നെയുള്ളത് മസായി സിംഹമുണ്ട്. മസായി പ്രദേശത്ത് മാത്രമുള്ള ഈ ഒരു പ്രത്യേകതരം സിംഹം, നല്ല ജടയൊക്കെയുള്ള നല്ല ഗംഭീരന്മാരായ സിംഹങ്ങൾ. പിന്നെ പുള്ളിപ്പുലിയുണ്ട്, ചീറ്റയുണ്ട്, വിവിധ ഇനം ഒരു 10-12 ഇനം മാൻവർഗ്ഗങ്ങളുണ്ട്. തോംസൺ ഗസല്ല എന്ന് പറയുന്ന മാൻവർഗ്ഗത്തിൽപ്പെട്ട ജീവികളുണ്ട്. മസായി ജിറാഫുകളുണ്ട്, ഇമ്പാലകളുണ്ട്, സീബ്രകളുണ്ട്, ബ്ലൂ മങ്കി ഇനത്തിൽപ്പെട്ട കുരങ്ങന്മാരുണ്ട്. പിന്നെ നൂറുകണക്കിന് ഇനത്തിൽപ്പെട്ട പക്ഷികൾ, ഏതാണ്ട് 400ഓളം ഇനം പക്ഷികൾ തന്നെ ആ പ്രദേശത്ത് ഈ മന്യാറ തടാകത്തിൻ്റെ പരിസരങ്ങളിലുണ്ടെന്നാണ് പറയുന്നത്. ഒരു വർഷം ഏതാണ്ട് 4 ലക്ഷം ടൂറിസ്റ്റുകളാണ് ഈ ലേക്ക് മന്യാറയുടെ ഈ പരിസരത്തെ ഈ വന്യജീവി സങ്കേതത്തിലേക്ക് ഓരോ വർഷവും എത്തുന്നത്. 4 ലക്ഷം പേര്. ഈ ടൂറിസ്റ്റുകൾ പൊതുവേ മൃഗങ്ങൾക്കടുത്തേക്ക് വണ്ടി വിടാനൊക്കെ പറയും. പക്ഷേ ഈ ഗൈഡുമാരായിട്ടുള്ള ഈ ഡ്രൈവർമാർ തന്നെയാണ് ഗൈഡുകൾ. അവരാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ഡ്രൈവർമാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമൊക്കെ. അപ്പോൾ ഇവരുടെ ആ ഡിസിപ്ലിനാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മൃഗങ്ങൾക്ക് ശല്യമാകാത്ത രീതിയിൽ, ഇപ്പം ഒരു മൃഗം ഒരു റോഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ മൃഗത്തിന് ശല്യമാകാത്തൊരു ഡിസ്റ്റൻസിലേ വണ്ടി ഇടുകയുള്ളൂ. അതുപോലെ തന്നെ ആ മൃഗത്തെ ഒഴിവാക്കി ഇവർ കടന്നു പോവുകയുള്ളൂ. മൺപാതയിൽ നിന്ന് ഒരിക്കലും പുൽമേട്ടിലേക്കോ വനത്തിനകത്തേക്കോ വണ്ടി കയറ്റില്ല. കൂടെയുള്ള യാത്രക്കാർ അല്ലെങ്കിൽ സഞ്ചാരികൾ എത്ര നിർബന്ധിച്ചാലും നിയമം ലംഘിക്കുന്ന ഒരു പ്രശ്നമില്ല. ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ വനത്തിൽ ഈ പുൽമേടുകളിലൂടെ പോകുമ്പോൾ ഒരിടത്ത് വണ്ടി കൊണ്ടുപോയി നമ്മുടെ റെമി നിർത്തുന്നു. റെമി നിർത്തിയിട്ട് അയാൾ പറഞ്ഞു, ഞാനൊരു നിയമലംഘനം നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഡോറ് തുറന്ന് പുറത്തിറങ്ങിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ വക്കിൽ ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ കിടക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇതെടുക്കാൻ വേണ്ടി പോയതാണ് പുള്ളി. ഇതെടുത്ത് കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് വെച്ചു. എന്ന് പറഞ്ഞു, ആരോ വെളിവില്ലാത്തവന്മാർ ഇട്ടിട്ട് പോയതാണ്, എന്ത് ചെയ്യാൻ, ഇങ്ങനെയും വരുന്ന ചില ആളുകളുണ്ടെന്ന്. അതായത് ആ വനത്തിനകത്തൂടെ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടും ഞാനത് കണ്ടില്ല. പക്ഷേ ആകപ്പാടെ കണ്ട ഒരു വെള്ളത്തിൻ്റെ ഒരു കുപ്പി ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ടപ്പോൾ വണ്ടി നിർത്തി അതെടുത്ത് വണ്ടിക്കകത്ത് എടുത്തിട്ട ഒരു ആഫ്രിക്കൻ ഡ്രൈവർ. ഇത് ഒരു സിസ്റ്റമാണ്, ഒരു രാജ്യത്തിൻ്റെ ടൂറിസത്തിൻ്റെ മുഖമുദ്രയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ചില രാജ്യങ്ങളെക്കുറിച്ച് നമുക്ക് ചില മുൻവിധികളുണ്ട്, ചില നാടുകളെക്കുറിച്ച് മുൻവിധികളുണ്ട്. പക്ഷേ അവിടുത്തെ സഞ്ചാരത്തിലൂടെ നമ്മൾ അവിടുത്തെ മനുഷ്യരെ അടുത്തറിയുമ്പോൾ, അവിടുത്തെ സംവിധാനങ്ങൾ അടുത്തറിയുമ്പോൾ അവരെത്ര പ്രൊഫഷണലാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ പല കാര്യങ്ങളിലും എത്രയോ പിന്നിലാണെന്ന് തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. അതിന് യൂറോപ്പും അമേരിക്കയും മാത്രമൊന്നുമല്ല, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഇത്തരത്തിൽ അത്യത്ഭുതകരങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ. അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ 14% ടൂറിസത്തിൽ നിന്നാണ് വരുന്നത്. താൻസാനിയ എന്ന രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ 14% ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമാണ്. എന്നിട്ടും അവരെത്ര അച്ചടക്കത്തോടെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ടൂറിസം നടത്തുന്നതെന്ന് അവരുടെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വന്യജീവി സങ്കേതത്തിലേക്ക് ചെല്ലുമ്പം അല്ലെങ്കിൽ ഒരു ടൂറിസം കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും. അവിടുത്തെ ഓരോ ഡ്രൈവറും വെൽ ട്രെയിൻഡാണ്, അവർക്ക് പരിശീലനം കിട്ടിയവരാണ്, പ്രതിബദ്ധതയുള്ളവരാണ്. ഒരു തോന്നിയാസവും ഇത്തരം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് കടന്നാൽ അവർ ചെയ്യില്ലാത്തവരാണ്. അവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര തുടരുക. യാത്ര ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാട്ടുപോത്തുകളുടെ വലിയൊരു സംഘത്തെ കണ്ടു. വമ്പൻ കൊമ്പുകളുമായിട്ട് നിൽക്കുന്ന ജീവികൾ. അവരെയും പിന്നിട്ട് അതിനടുത്തേക്കൊക്കെ വണ്ടി പോകാൻ നമുക്കൊരു ഭയം തോന്നും. കാരണം ഭയങ്കര അപകടകാരികളാണ് ഇവർ. അതിനെയും പിന്നിട്ട് നമ്മൾ കുറേ ദൂരം ഇത്തരം കാഴ്ചകളിലൂടെ എല്ലാം ഓടി ക്ലിഫുകളിലേക്ക് പോയി, മലമ്പാതകളിലൂടെ കയറി, മലം മുകളിൽ നിന്ന് ഈ തടാകത്തെ കാണുന്ന വ്യൂ പോയിൻറ്റുകളിലേക്ക് പോയി. അങ്ങനെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും റെമി തിരിച്ചിട്ട് ചോദിച്ചു, വിശക്കത്തില്ലേ? ഞാൻ പറഞ്ഞു വിശക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഒരു 1:30 മണി കഴിഞ്ഞിരിക്കുന്നു. 2 മണിയോടായി, 2 മണി അടുത്തായി. അപ്പോൾ റെമി ഒരു കുന്നിൻ മുകളിലേക്ക് വണ്ടി ഓടിച്ചു പോയി. ഈ കുന്നിൻ മുകളിലേക്ക് ചെല്ലുമ്പോൾ ധാരാളം വാഹനങ്ങൾ അവിടെയുണ്ട്, നിരവധി ഈ സഫാരി വണ്ടികൾ. അതായത് നമ്മൾ നേരത്തെ പലയിടത്ത് വെച്ച് കണ്ട വാഹനങ്ങളൊക്കെ ഈ കുന്നിൻ മുകളിൽ വന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ റെസ്റ്റോറൻ്റ് ഉണ്ടോ? അവർ പറഞ്ഞു റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. അപ്പോൾ കണ്ടു കാര്യം. അങ്ങനെ റെമി ഒരിടത്ത് കൊണ്ട് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ടു. എന്നിട്ട് റെമി ഇറങ്ങി വന്നു. എന്നോട് പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. അപ്പോൾ റെമി ഈ വണ്ടിയുടെ പുറകിൽ ഒരു സീറ്റ് അങ്ങ് പൊക്കി കഴിയുമ്പോൾ അതിനകത്തൊരു ഫ്രിഡ്ജുണ്ട്. അതിനകത്ത് പറഞ്ഞു അതിനകത്ത് വെള്ളമുണ്ട്, കൊക്കക്കോളയുണ്ട്, എന്താണെന്ന് വെച്ചാൽ വേണ്ട എടുത്തോളാൻ പറഞ്ഞു.
അപ്പോൾ ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്തു, എന്നിട്ട് ഇറങ്ങി വന്നു. റെമി വണ്ടിക്കകത്തുനിന്ന് 2 പൊതി എടുത്തു. ഇതാണ് ഞങ്ങളുടെ ലഞ്ച് ബോക്സുകളാണ്. അതൊക്കെ നേരത്തെ രാവിലെ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്താണ് റെമി വന്നിരിക്കുന്നത്. ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ ഈ കുന്നിൻ മുകളിൽ ഒരു മൈതാനം പോലത്തെ ഭാഗത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ആകപ്പാടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സാണ്. ബാക്കി വമ്പനൊരു മരത്തിൻ്റെ ചുവട്ടിൽ കുറേ മേശകളും ബെഞ്ചുകളും ഇട്ടിരിക്കുകയാണ്. ഇരുമ്പിൻ്റെ ബെഞ്ചുകളാണ്, ഇരുമ്പിൻ്റെ കസേരകളും ബെഞ്ചുകളും ഒക്കെ. അവിടെയൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ ഇരിക്കുന്നുണ്ട്. ഇവരെല്ലാം വന്നത് ഇത്തരത്തിൽ ലഞ്ച് ബോക്സുകളുമായിട്ടാണ്. അതായത് ഇവർ താമസിച്ച ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ടൂർ കമ്പനികളോ ലഞ്ചും കൂടി ഉൾപ്പെടെയാണ് ഈ ടൂർ. അപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ പെട്ടിയാണ്. അപ്പോൾ ഞാൻ ഇവരെല്ലാം ഷൂട്ട് ചെയ്ത് ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നു, കഥ പറയുന്നു. ഗംഭീരമായൊരു സ്ഥലമാണ്. ആ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പം അങ്ങ് താഴെ ഈ മഞ്ഞാറ തടാകം കാണാം. അവിടെയൊക്കെ ഈ മൃഗങ്ങൾ മേഞ്ഞ് നടക്കുന്ന പുൽമേടുകൾ കാണാം. ഗംഭീരമായ തണുത്ത കാറ്റ്. ഉച്ചനേരമാണെങ്കിലും ഈ പ്രദേശമൊക്കെ 1500, 1700, 1800 മീറ്ററൊക്കെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ്. അതായത് ഒരു ഊട്ടിയുടെയും മൂന്നാറിൻ്റെയൊക്കെ ഒരു വെതറാണ് അവിടെ. ഒരു മേശയുടെ സമീപത്തെ ബെഞ്ചിൽ ഞാൻ റെമിയുടെ പോയിരുന്നു. റെമി പെട്ടി പൊട്ടിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്, ഇതെന്താണ് ഇതിനകത്തുള്ളത്. പെട്ടി തുറന്നു. അപ്പം ഞാൻ വിചാരിച്ച എന്തെങ്കിലും ബ്രെഡ് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കുന്ന. തുറന്നപ്പോഴേ ഒരു വമ്പൻ ബർഗർ, പിന്നെ ഒരു സാൻഡ്വിച്ച്, പിന്നെ ഒരു ആപ്പിള്, പിന്നെ ചോക്ലേറ്റ്, പിന്നെ ജ്യൂസ്. അതായത് കുടിക്കാനുള്ള ജ്യൂസുണ്ട്, ബർഗർ മെയിൻ ഡിഷുണ്ട്, സാൻഡ്വിച്ചുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം തികഞ്ഞ ഒരു ഭക്ഷണം. ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എഴുന്നേറ്റപ്പം റെമി പറഞ്ഞു, നമുക്കൊരു ജോലിയുണ്ട്. ഈ പൊതിഞ്ഞ് വേണ്ടുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഇതിൻ്റെ ലഞ്ച് ബോക്സിൻ്റെ പെട്ടി ഉൾപ്പെടെ സർവ്വ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ തന്നെ മടക്കി പാക്ക് ചെയ്തു. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കാരി ബാഗിനകത്താക്കി. ഈ കാരി ബാഗ് കെട്ടി. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ഇതെവിടെയാണ് കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യുന്നത്? വേസ്റ്റ് ബിന്ന് കാണില്ല ഇവിടെ. നോ, ഒരു വേസ്റ്റ് ബിന്നും ഇതിനകത്തില്ല. നമ്മൾ കൊണ്ടുവന്ന പോലെ തന്നെ എവിടെ നിന്നാണോ കൊണ്ടുവന്നത് അവിടേക്ക് കൊണ്ടുപോകുക. അതാണ് ഇവിടുത്തെ നിയമം. ഇതുമായിട്ട് റെമി വണ്ടിക്കകത്തോട്ട് പോയി വണ്ടിക്കകത്ത് കൊണ്ടുവച്ചു. അതായത് ഇനി വൈകിട്ട് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്ത് വേസ്റ്റ് ഡിസ്പോസലിൻ്റെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ ഇത് കൊണ്ടുപോയി കളയാൻ പറ്റുള്ളൂ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഏകദേശം 250-300 ടൂറിസ്റ്റുകൾ വന്നിരുന്ന് ലഞ്ച് കഴിക്കുന്നുണ്ട്. പിക്നിക് സ്പോട്ട് എന്നാണ് ഇത്തരം സ്ഥലങ്ങൾ അറിയപ്പെടുന്നത്. പൊതിഞ്ഞ് കൊണ്ടുവന്ന ഭക്ഷണം ഇരുന്ന് കഴിക്കുന്ന ഒരു ഔട്ടിങ്ങിനാണ് ഈ പിക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശമാണ് ഇവിടുത്തെ പിക്നിക് സ്പോട്ട്. ഈ വന്ന എല്ലാ ആളുകളും ആ നിയമം അനുസരിക്കുന്നു. പ്രത്യേകിച്ച് പാശ്ചാത്യരായ ടൂറിസ്റ്റുകളും ജപ്പാൻകാരും ഒക്കെ ആയതുകൊണ്ട് അവരും ഈ കുപ്പി ഭക്ഷണം കഴിച്ചിട്ട് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്നില്ല, കുടിച്ച കുപ്പി വലിച്ചെറിയുന്നില്ല. ആ പ്രദേശം ക്ലീനാണ്. ഉച്ച കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ എങ്ങനെയായിരുന്നോ പ്രകൃതിദത്തമായിട്ട് അവിടെ കിടന്നിരുന്നത് അങ്ങനെ തന്നെ കിടക്കുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടരുകയാണ്. വീണ്ടും താഴ്വാരത്തേക്ക് എത്തുകയാണ്. അവിടെ ഈ കുന്നിൻ ചെരുവിലൂടെ നമ്മൾ പോകുമ്പം ഇമ്പാലകൾ എന്ന് പറയുന്ന മാനുകളെ കാണാം. ഇമ്പാല മാനുകളാണ് ഏറ്റവും സ്പീഡിൽ പോകുന്ന മാനുകളിൽ എണ്ണത്തിൽപ്പെട്ടതാണ്. പക്ഷേ അവയെ നമ്മളെ കാണുമ്പോൾ, വണ്ടിയൊക്കെ കാണുമ്പോൾ ഭയന്ന ഇങ്ങനെ നോക്കുക. അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു ഭയമാണ് കാണുന്നത്. ഈ ഇമ്പാല മാനുകൾ എപ്പോഴും വെളിമ്പറമ്പുകളിലാണ് കൂടുതലും കാണുക. അല്ലെങ്കിൽ ഇമ്പാലയല്ല, എല്ലാത്തരം മാനുകളും വെളിമ്പറമ്പിൽ ഈ പുൽമേടുകൾ വളർത്താം. അതിൻ്റെ കാര്യം എന്നറിയോ? വെളിമ്പറമ്പിൽ നിന്നാൽ പുലി, ചീറ്റ അല്ലെങ്കിൽ പുലി അല്ലെങ്കിൽ സിംഹം, ഇങ്ങനെ ഇവരെ പിടിക്കാൻ വരുന്ന മൃഗങ്ങൾ എതിലെയെങ്കിലും വരുന്നുണ്ട് ഇവർക്ക് കാണാം. വനത്തിനകത്ത് നിന്നാൽ ഇവന്മാർ പമ്മി നിന്നാൽ അറിയില്ല. അതുകൊണ്ട് ഈ മാനുകളെല്ലാം വെളിമ്പറമ്പുകൾ, അതായത് പുൽമേടുകളിൽ എപ്പോഴും കാണും. അതിൽ 2-3 പേര് എപ്പോഴും ഇങ്ങനെ തലപൊക്കി ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കും. ഒരു പ്രത്യേക രീതിയിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും സിംഹത്തിൻ്റെ അല്ലെങ്കിൽ ചീറ്റയുടെ അല്ലെങ്കിൽ ഒരു പുള്ളിപ്പുലിയുടെ എന്തിൻ്റെയും സാന്നിധ്യം ഉണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇമ്പാലകളെ പിന്നിട്ട് ചെല്ലുമ്പോൾ ഇടയ്ക്ക് ഒറ്റയാന്മാരിങ്ങനെ കാട്ടാനകൾ വഴിയിലുണ്ട്. ഇതെല്ലാം പിന്നിട്ട് പിന്നെ കാഴ്ചകളെല്ലാം സമാനമാണ്. ഈ വനത്തിലൂടെ പോകുമ്പോൾ മൃഗങ്ങൾ മാത്രമല്ല, ചില പ്രത്യേകതരം മരങ്ങളുണ്ട്. ബാവോബാബ് എന്ന് പറയുന്നൊരു മരമുണ്ട്. അതായത് ഈ തടിക്ക് ഭയങ്കര വണ്ണമായിരിക്കും, ഭയങ്കര വണ്ണം. മുകളിലേക്ക് ചെന്നാൽ അതിൻ്റെ ശിഖരങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് മെലിഞ്ഞു പോയിട്ടുണ്ടാവും, വളരെ മെലിഞ്ഞ ശിഖരം. ഈ തായ്തടിക്കകം മുഴുവൻ വെള്ളം ശേഖരിച്ച് വെക്കുകയാണ് ഈ മരങ്ങൾ. ഇത് വനത്തിലെ ഒരു കൽപ്പവൃക്ഷമാണ്. പ്രത്യേകിച്ച് ഈ ഗോത്രവർഗ്ഗക്കാർ, മസായികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിത്യജീവിതത്തിൽ വളരെ സഹായമാകുന്ന ഒരു മരമാണിത്. ഇതിൻ്റെ ഇല ഇവരുടെ ഭക്ഷണമാണ്. ഇവർ പാചകം ചെയ്ത് കഴിക്കും ഇല. അതുപോലെ തന്നെ ഇതിൻ്റെ കായ ഔഷധമാണ്. ഏതൊക്കെയോ രോഗങ്ങൾക്ക് ഈ ഗോത്ര മനുഷ്യരുടെ ഒരു വലിയ ഔഷധം ഇതിൻ്റെ കായാണ്. ഈ കായ ഉണക്കിക്കഴിഞ്ഞിട്ട് അതിനെ ഇടിച്ച് പിഴിഞ്ഞ് അതിനകത്ത് നിന്ന് എണ്ണയെടുക്കും. അങ്ങനെ വനത്തിനുള്ളിൽ ഒരു കൽപ്പവൃക്ഷമാണ് ഈ ബാവോബാബ് മരം. ഈ ബാവോബാബ് മരങ്ങൾ കുറേ കാണാം. വളരെ രസമാണ് ഇത് കാണാൻ. ഭയങ്കര തടിയായിരിക്കും. പക്ഷേ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും, ശിഖരങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും അങ്ങ് മെലിഞ്ഞിട്ട് വളരെ ചെറിയൊരു സാധാരണ ഒരു മരത്തിൻ്റെ ഇല പോലെയും കമ്പ് പോലെയായി മാറും.
അതൊക്കെ പിന്നിട്ട് നമ്മൾ കുറേ നേരം ഏതാണ്ട് ഒരു 4-4:30 വരെ ഈ വനത്തിനകത്തൂടെ കഴിഞ്ഞു. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ മൃഗങ്ങളുടെ ബാഹുല്യം കാരണം ഇതിനെ കണ്ട് നമ്മൾ മടുക്കും. അതാണ് വാസ്തവം. ഞങ്ങളും മടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇനി പുറത്തേക്ക് പോകാം. ശരി, നമുക്ക് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കാണണോ പറഞ്ഞു. പുറത്തിറങ്ങിയാൽ പിന്നെ തിരിച്ച് കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ആവശ്യത്തിനുള്ള വിഷ്വൽസായി ധാരാളം മൃഗങ്ങൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി പുറത്തേക്ക് പോകും. അങ്ങനെ പോകുന്നത് ഒരു മലമ്പ്രദേശത്ത് കൂടിയാണ്, മലഞ്ചെരിവിലൂടെയാണ്. ഇങ്ങോട്ട് കയറി വന്ന വഴിയിലൂടെയുള്ള മറ്റൊരു വഴിയിലൂടെ നമ്മൾ ഈ നാഷണൽ പാർക്കിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. കുറേ ദൂരം മല കയറി പോകുന്നു. ഈ മലയുടെ തിട്ടയിൽ അങ്ങ് മുകളിൽ വലിയൊരു കെട്ടിടം കാണാം. വളരെ മനോഹരമായ പ്രകൃതിയോട് ഇണങ്ങുന്ന മട്ടി പണിത ഒരു ലോഡ്ജ്, മരം കൊണ്ട് പണിത. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ സായിപ്പ് പണിതാണ്. ഇന്നതൊരു വലിയ ഹോട്ടലാണ്. ലോഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം വനപ്രദേശങ്ങളിൽ, ഇത്തരം ഗെയിം ഡ്രൈവുകൾക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ടൂറിസ്റ്റുകൾ താമസിക്കുന്ന ഹോട്ടലുകൾക്ക് ഫോറസ്റ്റ് ലോഡ്ജുകൾ എന്നാണ് പറയുന്നത്. അത് അത്യാവശ്യം മിനിമം സൗകര്യങ്ങളായിരിക്കും, പക്ഷേ അതിനകത്ത് താമസിക്കുക ഒരു ഫീലാണ്. ഞാനും ഇന്ന് അത്തരത്തിലൊരു ലോഡ്ജിലാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം എനിക്കുണ്ട്. മല കയറി മുകളിലേക്ക് എത്തുന്നു. ഈ മലയുടെ മുകൾ ഭാഗത്ത് ഒരു എയർ സ്ട്രിപ്പുണ്ട്, വിമാനങ്ങൾ വന്നിറങ്ങുന്ന ലേക്ക് മന്യാര എയർ സ്ട്രിപ്പ്, ലേക്ക് മന്യാര എയർപോർട്ട് എന്നൊക്കെ പറയും. നമ്മൾ ഈ അരൂഷയിലേക്ക് വന്ന തരം സെസ്ന ചെറിയ വിമാനങ്ങൾ, 14 സീറ്റിൻ്റെ ഒക്കെ വിമാനങ്ങൾ വന്നിറങ്ങുന്ന ഒരു ചെറിയ എയർ സ്ട്രിപ്പാണ്. ഈ ലേക്ക് മന്യാറയിലേക്ക് മാത്രം വരുന്ന ടൂറിസ്റ്റുകളുണ്ട്. അവർക്ക് വേണ്ടി ചാർട്ടർ ചെയ്ത ഇത്തരം ചെറിയ വിമാനങ്ങൾ വന്നിറങ്ങുന്ന അവിടെയാണ്. അവിടെയും കിടപ്പുണ്ട് 3-4 ചെറിയ വിമാനങ്ങൾ. അവിടുന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് വന്ന് കയറുന്നു. അതോടെ നമ്മൾ നാഷണൽ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങി മെയിൻ റോഡിലേക്ക് കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു റെമി. അങ്ങനെ കാപ്പി കുടിക്കാൻ വേണ്ടി എന്ന വ്യാജേന ശരിക്കും റെമി നമ്മളെ കൊണ്ടിറക്കുന്നത് ഒരു സുവനീർ ഷോപ്പിലേക്കാണ്. അതായത് കുറേ പുല്ലുമേഞ്ഞ ഗംഭീരമായ ട്രഡീഷണൽ ശൈലിയിൽ പണിത കുറേ കെട്ടിടങ്ങൾ. ഈ കെട്ടിടങ്ങൾക്കകത്തൊരു കോഫി ഷോപ്പ് ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിന് ചുറ്റുമുള്ളത് മുഴുവൻ ഈ ഗോത്ര മനുഷ്യർ ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കളാണ്. അത്ഭുതപ്പെടുത്തുന്ന കരകൗശല വസ്തുക്കൾ. മരത്തടിയിൽ, മരത്തിൻ്റെ വേരുകളിൽ, കമ്പുകളിൽ, കൊമ്പുകളിൽ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പലതരം കരകൗശല വസ്തുക്കൾ. മാസ്കുകൾ, കുന്തം, അതുപോലെയുള്ള ഇവരുടെ ഗോത്ര ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ഇരിപ്പിടങ്ങൾ, നെയ്തെടുത്ത വട്ടി, കൊട്ട പോലുള്ള സാധനങ്ങൾ, എല്ലാത്തിനും അപാരമായ പെർഫെക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്ര ഗോത്ര മനുഷ്യർക്കുള്ള കലാബോധം അല്ലെങ്കിൽ അവരുടെ ആ ട്രഡീഷണൽ കലകളുടെ ഒരു ഗാംഭീര്യം എനിക്ക് തോന്നുന്നില്ല ഒരു ആധുനിക മനുഷ്യൻ്റെ കലകൾക്കുണ്ടെന്ന്. പെയിൻറ്റിങ്ങുകളുണ്ട്. അതായത് ഇവരുടെ ഗോത്ര ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന പെയിൻറ്റിങ്ങുകൾ, അവരുടെ നൃത്തങ്ങൾ, അവരുടെ ആഭരണങ്ങൾ, അവരുടെ തൊപ്പികൾ, ഇങ്ങനെ അങ്ങനെ നിരവധി സാധനങ്ങളുടെ കുറേ സുവനീർ കടകളാണ്. ഇവിടെയൊക്കെ ഇതിലേ കടന്നു പോകുന്ന ടൂറിസ്റ്റുകൾ കയറും. അവരെന്തെങ്കിലുമൊക്കെ ആഫ്രിക്കയുടെ സ്മരണയ്ക്കായി വാങ്ങിക്കൊണ്ട് പോകും. അവരുടെ വീടുകളുടെ ചുവരുകളിൽ വെക്കും, അവരുടെ അലമാരകളിൽ വെക്കും, അതല്ലെങ്കിൽ അവരുടെ തൊഴിൽ സ്ഥലങ്ങളിലെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് സമ്മാനമായിട്ട് നൽകും. അപ്പോൾ ഇങ്ങനെ ഈ ടൂറിസത്തിലെ ഒരു പ്രധാന ഇനം ഷോപ്പിംഗാണ്. ഇപ്പോൾ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്തേക്ക് കയറാൻ വേണ്ടി മുടക്കിയ പണത്തിൻ്റെ ഒപ്പം തന്നെ പണം ഇത്തരം ഷോപ്പുകളിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകും. ഞാൻ ഈ ഷോപ്പിൽ നിന്ന് ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയെടുത്തു. അപ്പോൾ ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഇവർക്ക് അത്ര താല്പര്യമില്ല. സാധനങ്ങൾ വാങ്ങണം, തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് അതാണല്ലോ. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു കുഞ്ഞ് ബാഗേ ഉള്ളൂ പുറത്ത്. ചെക്ക് ഇൻ ചെയ്ത് അഡീഷണലായിട്ട് പൈസ കൊടുത്ത് ഞാൻ പലപ്പോഴും ലഗേജ് കൊണ്ടുപോകാറില്ല. എൻ്റെ പുറത്ത് തൂങ്ങുന്ന ഒരു ചെറിയ ബാക്ക് പാക്കിൽ കൊള്ളുന്ന സാധനമേ ഉള്ളൂ. അതിനകത്ത് ഒരു കടലാസും കൂടെ ഇനി കയറിയല്ലാത്ത മട്ടിലാണ് സാധനങ്ങളുള്ളത്. അതുകൊണ്ട് എനിക്കൊരു സാധനം കൂടെ വാങ്ങിയാൽ ഈ ക്യാമറ കൈപ്പിടിക്കണം, ക്യാമറയുടെ ബാഗ് തോളിൽ കിടക്കുന്നു, പുറത്ത് ഇത് കിടക്കുന്നു, ഈ വാങ്ങിയ സാധനങ്ങൾ കൈപ്പിടിച്ചുകൊണ്ട് പോകുക അസാധ്യമാണ്. കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ വാങ്ങിയേനെ. അങ്ങനെ ഒത്തിരി സ്ഥലത്ത് അതിഗംഭീരം എന്ന് തോന്നിയ പല സാധനങ്ങളും വാങ്ങാൻ പറ്റാതെ ഞാൻ മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ക്ഷമാപണമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് ഒരു 30 കിലോമീറ്ററോടെ പോകണം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് താമസിക്കേണ്ട ജംഗിൾ ലോഡ്ജിലെത്താൻ. ആ ലോഡ്ജിലേക്കാണ് ഇന്നത്തെ യാത്ര. ഗ്രാമങ്ങൾ പിന്നിട്ട്, വനപ്രദേശങ്ങൾ പിന്നിട്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.